ചന്തയിൽ നിന്ന് ചിക്കനും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ അമ്മച്ചി ചോദിക്കുകയാണ് ഇന്ന് ഇറച്ചിച്ചോറ് മതിയോടാന്ന്. അപ്പം ഞാൻ ചോദിച്ച് ഈ ചിക്കനും വെച്ച് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം അമ്മച്ചി ഒരു അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കി തന്നിട്ടാ. സൂപ്പർ ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം പറയണേ. 1 കിലോ അരി 2,200 ചിക്കനും വെച്ചിട്ടാണ് എന്താ പരിപാടി. ഉരുളിയൊക്കെ അങ്ങനെ ചൂടായിട്ടുണ്ട്. നമ്മൾ 2 സ്പൂൺ നെയ്യ് 5 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3 മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഉപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. കൊടുക്കാം. നമ്മുടെ സവാള ഏകദേശമൊക്കെ പാടിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6-7 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ ഞാൻ തീ ഒന്ന് ഇത്തിരി കുറക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മൂന്ന് സ്പൂണ്, മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് 1/4 സ്പൂണ്, ചിക്കൻ മസാല, ഗരം മസാല. പൊടികൾ കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ്. തക്കാളി നന്നായിട്ട് വെന്തുടയണം, എന്നാലേ പൊടികളായിട്ട് ചേർന്നങ്ങാട് നല്ലോണം കുഴഞ്ഞു വരണം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ നന്നായി. നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കനും ഉപ്പ് വേണ്ടേ. പുതിനയില, മല്ലിയില, കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് ഒരുപാട് വേവിക്കരുത്, കുറച്ച് വേവ്. ഇതിൻ്റെ അകത്ത് ഇനി അരിയൊക്കെ ചേർക്കാനുള്ളതാണ്. ചിക്കൻ അവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അരി അളന്നെടുക്കാം. ഒന്നര കപ്പ് അരിയുണ്ട്. നമുക്കിതിനെ ഒന്ന് കഴുകി വാരി എടുക്കാം. തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി. ചിക്കൻ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കണക്കാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ ഈ കപ്പിന് 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. വേ ലീഫ്, ചിക്കൻ ക്യൂബ്സ്, പട്ട, കറയാമ്പ്, ഏലക്കായ, ഒരു നാരങ്ങയുടെ നീര്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ തിളച്ചിട്ടുണ്ടോ ഒന്ന് ഉപ്പ് നോക്കാം. അരിക്കുള്ള ഉപ്പ് പോലെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വാരി വെച്ച അരിയാണ്. മൂടി വെക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം.
മൂടി വെക്കാം. നമുക്കിനി തുറക്കാം. അതിൻ്റെ ഇടക്ക് 1-2 പ്രാവശ്യമൊക്കെ തുറന്ന് ഇളക്കി കൊടുത്ത് കേട്ടോ. നല്ല അസല് മണമാണ് ഇതിൽ നിന്ന് വരുന്നത്. നമ്മുടെ ചിക്കനും ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില. തീ ഓഫ് ചെയ്ത് അടച്ചൊരു 5 മിനിറ്റ് വെക്കാം. സമയം ഇത്രയൊക്കെ ആയിട്ടാ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഓരോരുത്തർ കിടന്ന് ഉറങ്ങി. ഇവിടുത്തെ പപ്പടവും സാലഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തുറക്കാറായ വിശന്നിട്ട് വയ്യ. തുറക്ക് തുറന്നിട്ട് പ്ലേറ്റിലേക്ക് എടുക്കണ്ടേ? ആ, നമുക്ക് തുറക്കാം. നല്ല മണമുണ്ട് കേട്ടോ. ഇളക്കിയോ? കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട് മോനെ? സൂപ്പറുണ്ട്.